Hi all friends, welcome to MTM Political Talk. കേരളം നഗരവൽക്കരിക്കപ്പെടുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ കൂടുതൽ ഭാഗങ്ങൾ നഗരങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ പഞ്ചായത്തുകളൊക്കെ വളരെ കൂടുതൽ ഇനിയിപ്പോൾ നഗരസഭകളായി മാറേണ്ട, മുനിസിപ്പാലിറ്റികളായി മാറേണ്ട, കോർപ്പറേഷനുകളായി മാറേണ്ട അവസ്ഥയിലേക്കൊക്കെ കേരളം എത്തിക്കഴിഞ്ഞു. തീർച്ചയായും ഇത് നല്ലത് തന്നെയാണ്, പുരോഗതി തന്നെയാണ്. അപ്പോൾ കൂടുതൽ നഗരവൽക്കരണം ജനത്തിന് ഗുണമോ ദോഷമോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും തൊഴിൽ മേഖല അത് ഉണരുക തന്നെ ചെയ്യും. തൊഴിൽ മേഖല ഉണരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗരവൽക്കരണത്തിന്റെ ഭാഗമായി ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ, വലിയ വലിയ ഷോപ്പിംഗ് മാളുകൾ, ഇതൊക്കെ വരുന്നതോടുകൂടി തീർച്ചയായും അവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നത് യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, ചെറുകിട വ്യവസായികൾക്ക് അതുകൊണ്ട് നഷ്ടങ്ങളും സംഭവിക്കാം. അതും മറ്റൊരു വസ്തുതയാണ്. ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതും കണ്ടതും ഒരുപാട് ആൾക്കാർ ലേഖനങ്ങളും മറ്റും ഒക്കെ വായിച്ചതും അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ എല്ലാവർക്കും ഏകദേശം അറിയുന്നതും ഒക്കെയാണ്. എന്നിരുന്നാലും പൂർണ്ണമായും നഗരവൽക്കരിക്കപ്പെടുമ്പോൾ കേരളത്തിന്റെ ഇത് മുന്നേ ഉണ്ടായിരുന്ന അവസ്ഥയും ഇപ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളും, കേരളത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കേരളമാണെന്ന് ഉത്തരം പറയേണ്ടി വരും. അതുവരെ എത്തിയിരിക്കുകയാണ്. അത് കേരളത്തിലെ ഇപ്പോൾ പുതിയ സംഭവമല്ല. ആദ്യകാലം മുതലേ പ്രവാസം സ്വീകരിക്കുന്ന ഒരു നാട് കൂടിയാണ് നമ്മുടേത്. അതുകൊണ്ടാണല്ലോ ഇത്രയും അധികം വീടുകൾ അടഞ്ഞുകിടക്കുന്നതും ഇപ്പോൾ ഗവൺമെന്റ് അടഞ്ഞുകിടക്കുന്ന വീടുകളെ കേന്ദ്രീകരിച്ചൊരു വ്യവസായം, അതൊരു അതിഥികൾക്ക് താമസിക്കാൻ, ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ വേണ്ടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ അത് ഗവൺമെന്റുമായി സഹകരിക്കാൻ എന്നൊക്കെ നിയമങ്ങളൊക്കെ വന്നിരുന്നല്ലോ ഇതിനു മുൻപ്. അപ്പോൾ ഇതൊക്കെ പ്രവാസം കൂടുതലുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ അടിസ്ഥാന ജോലി ആയിരുന്നത് ആദ്യകാലങ്ങളിൽ കൃഷിയായിരുന്നു. കൃഷിപ്പണിയാണ് എല്ലാവരും സ്വീകരിച്ചു കൊണ്ടിരുന്നത്. ആ മേഖലയിലാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. കാലത്ത് 4 മണിക്കോ 5 മണിക്കോ ഒക്കെ എഴുന്നേറ്റ് കൃഷി സ്ഥലങ്ങളിലേക്ക് പോവുകയും സന്ധ്യ വരെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും അത് കൃഷിയുമായി അത് വിളവെടുപ്പുകയും ആ വിളവെടുപ്പ് ആഘോഷങ്ങളും അതൊക്കെ തന്നെയാണ് നമ്മുടെ കേരള സംസ്കാരത്തിന്. അതിന്റെ ആഘോഷങ്ങളുടെ ഒക്കെ ഭാഗമാണ് നമ്മുടെ ഓരോ വർഷത്തിൽ വരുന്ന ആഘോഷങ്ങളും ഒക്കെ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പക്ഷെ ഇപ്പോൾ നമ്മുടെ ആ സംസ്കാരത്തിന് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിരിക്കുന്നു. കൂടുതൽ ആളുകളും കൃഷിയിലേക്ക് വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ കൃഷിയിലേക്ക് വരാത്തത് കൊണ്ട് തന്നെയാണ് ഈ നഗരവൽക്കരണം ഇത്രയും കൂടി വരുന്നത്. ഒരുവിധ ആളുകളും കൃഷിയിലേക്ക് വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കൃഷി പണിക്കാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ പ്രയാസങ്ങൾ നേരിടുന്നു. എന്തുകൊണ്ടെന്നാൽ അതിന് എക്സ്പെൻസ് കൂടി വരികയാണ്. സാധാരണ ഇപ്പോൾ ഒരു ആളെ ഏകദേശം 1000-900 രൂപയുടെ അടുത്തൊക്കെയാണ് ഏകദേശം കൂലി വരുന്നത് ഒരാൾക്ക്. അത്രയും കൂലി കൊടുത്ത് കൃഷി ഇറക്കിയാൽ അത് നിന്ന് ലാഭം കിട്ടുക പ്രയാസകരവുമാണ്. അങ്ങനത്തെ അവസ്ഥയിലാണ് കൃഷി ആൾക്കാർ തരിശിടുന്നതും ഭൂമി ഉപയോഗിക്കാതെ ഇരിക്കുന്നതും ഒക്കെ. കൃഷിസ്ഥലം തരിശിടുന്ന ഒരു അവസ്ഥയിലേക്കും എത്തും. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആൾക്കാരും ആർഭാട ജീവിതം ആഗ്രഹിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ കൃഷി മേഖലയിലേക്ക് യുവാക്കളും യുവതികളും ഒന്നും കൂടുതലായി എത്തുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നഗരവൽക്കരണം കൂടി വരുന്നതും ഇപ്പോൾ വലിയ വലിയ ഷോപ്പിംഗ് മാളുകളും എല്ലാ കേരളത്തിൽ എത്തപ്പെടുന്നതും ഒക്കെ. തീർച്ചയായും അതും ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങളെ ഒറ്റയടിക്ക് മാറ്റിയെടുക്കുവാനോ ഇതൊന്നും സാധ്യമല്ല. ഇപ്പോൾ നമ്മൾ എന്താണോ കേരളത്തിലെ ശൈലി അതിനനുസരിച്ച് സർക്കാരുകളും പ്രാദേശിക ഭരണകൂടങ്ങളും ഒക്കെ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുവെ, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പൊതുവെ യുവാക്കളൊന്നും കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികളൊന്നും ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.
അപ്പോൾ പിന്നെ അവർ ഏത് മേഖലയിലേക്കാണ് പോകുന്നത്? അവര് കൂടുതൽ ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നു, കുറച്ച് ആൾക്കാർ പ്രവാസം സ്വീകരിക്കുന്നു, കൂടുതൽ ആൾക്കാരും പ്രവാസം സ്വീകരിക്കുന്നു, മറ്റുള്ള സ്റ്റേറ്റിലോ യൂറോപ്പിലോ ഗൾഫ് നാടുകളിലോ ഒക്കെ പോകുന്നു, തൊഴിലന്വേഷണത്തിനായി പോകുന്നു, തൊഴിൽ ചെയ്ത് അവിടെ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയവരൊന്നും തിരിച്ചു വരുന്നില്ല, അവിടെ സെറ്റിൽ ആവുന്നു. മറിച്ചുള്ളവർ വരുന്നു പോകുന്നു എന്നതൊക്കെ ഒഴിച്ചാൽ രാജ്യത്തിനകത്തും ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികളൊക്കെ കേരളത്തിൽ വന്ന് കേന്ദ്രീകരിക്കുന്നതും അവർക്ക് തൊഴിൽ ലഭിക്കുന്നതും നമ്മുടെ യുവതി-യുവാക്കൾ പുറത്തേക്ക് പോകുന്നതും കൊണ്ട് തന്നെയാണ്. ബാക്കിയുള്ള കുറച്ച് ആളുകളാണെങ്കിൽ അവർക്ക് കൃഷിയുമായി താല്പര്യമില്ല, അവർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി അവർ ആ നിലയിലേക്ക് പോകുന്നു. അപ്പൊ പ്രാദേശികമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെന്റുകളും സർക്കാർ പ്രാദേശിക ഭരണകൂടങ്ങളും ഒക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജനങ്ങളുടെ ഈ ആക്ടിവിറ്റിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നതാണ് ഇനി ചെയ്യാനുള്ളത്. കാരണം ജനങ്ങൾ എന്താണോ, യുവതി-യുവാക്കൾ എന്താണോ അവർ ആഗ്രഹിക്കുന്നത്, ഏത് തൊഴിൽ മേഖലയാണ് അവർ സ്വീകരിക്കുന്നത്, ആ തൊഴിൽ മേഖല കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇന്നിപ്പോൾ സിറ്റികളിൽ എന്ന് പറഞ്ഞുകൂടെ, വിവിധ സ്ഥലങ്ങളിലൊക്കെ മാളുകൾ വരുന്നു. മാളുകളിലാണെങ്കിൽ ഒരു മാളിലും തിരക്കില്ലാത്ത അവസ്ഥയില്ല. എല്ലാ മാളിലും നല്ല തിരക്കുമുണ്ട്. ഒരു പാർക്കിംഗ് കിട്ടുന്നതിന് വേണ്ടി തന്നെ കുറെ കറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. ഒരു കാറുമായി പോകുകയാണെങ്കിൽ ആ കാർ അവിടെ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം അരമണിക്കൂർ കാർ പാർക്കിംഗിൽ ലഭിക്കാൻ പോകുന്നു. അത്രയും എന്ന് പറഞ്ഞാൽ അത്രയധികം ആളുകൾ അവിടെ ഉണ്ട് എന്നതാണ് അർത്ഥം. അപ്പോ എല്ലാ മാളുകളും വിജയം തന്നെയാണ്. അതിനനുസരിച്ച് ചെറുകിട വ്യവസായങ്ങൾക്ക് കോട്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചല്ലോ, അത് മറിച്ച് സംഭവിക്കുന്നതാണ്. അപ്പോൾ പ്രാദേശിക ഭരണകൂടങ്ങളും സർക്കാരുകളും ഒക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ വരുന്ന ഈ മാറ്റത്തിനനുസരിച്ചുള്ള ബിസിനസ് സംരംഭങ്ങളും ഒക്കെ കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടതും അത്തരം മാളുകൾ വരുമ്പോൾ ആ മാളുകൾക്ക് പ്രോത്സാഹനം കൊടുക്കേണ്ടതും ഒക്കെ ആണ് ഇനിയുള്ള കാലങ്ങളിൽ ചെയ്യാൻ സാധിക്കുക. കാരണം കൃഷിയുമായി ബന്ധപ്പെട്ട് യുവതി-യുവാക്കൾ വളരെ കുറവേ രംഗത്ത് വരുന്നുള്ളൂ. ഗവൺമെന്റുകളൊക്കെ പരമാവധി അതിന് പ്രോത്സാഹനങ്ങളൊക്കെ സബ്സിഡികളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് എങ്കിലും ആ മേഖലകളിലേക്ക് ആളുകൾ എത്തപ്പെടുന്നില്ല. അവർ കുറച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് നഷ്ടം എന്ന് പറഞ്ഞ് പിന്മാറുന്നു. പുതിയ സംരംഭങ്ങൾ കൃഷി മേഖലയിൽ തന്നെ ഒരുപാട് വിജയം തെളിയിച്ച ആളുകളുമുണ്ട്. അത് മറ്റൊരു വസ്തുത. ഇപ്പൊ ഈ കഴിഞ്ഞ ചിങ്ങം 1 ഒരുപാട് അവാർഡുകളൊക്കെ ഗവൺമെന്റ് ഏർപ്പെടുത്തുകയും കൊടുക്കുകയും ഒക്കെ ചെയ്തു. അതൊക്കെ പ്രോത്സാഹനമാണ് തീർച്ചയായും. പക്ഷെ ഇവിടെ യുവതി-യുവാക്കളൊന്നും കൂടുതൽ കൃഷി മേഖലയിലേക്ക് വരുന്നില്ല. അവർ കൂടുതൽ ഗ്രാമജീവിതം വിട്ട് നഗരവൽക്കരണത്തിലേക്ക് പോകുന്നു, നഗരജീവിതം ആഗ്രഹിക്കുന്നു. അതല്ലാത്തവർ പ്രവാസം സ്വീകരിക്കുന്നു, പുറത്തേക്ക് പോകുന്നു, യൂറോപ്പിലേക്ക് പോകുന്നു, ഗൾഫിലേക്ക് പോകുന്നു, തൊഴിൽ മേഖല അന്വേഷിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഈ വസ്തുതയെങ്കിൽ ആ വസ്തുതക്കനുസരിച്ച് സർക്കാരുകളും ഇനിയുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഏതാണോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആ മേഖലയിലേക്ക് സർക്കാരുകളും തിരിയേണ്ടതുണ്ട്. കാരണം വ്യവസായ മേഖലയിലേക്ക് ആണ് കൂടുതൽ വ്യവസായങ്ങൾ കേരളത്തിലേക്ക് വരട്ടെ. വ്യവസായങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കും എന്നത് യാഥാർത്ഥ്യമാണ്. മറ്റൊരു തൊഴിൽ മേഖല അവിടെ ഇല്ലാതാവുകയും ചെയ്യും. ഒരു മാള് വന്നു കഴിഞ്ഞാൽ മാളിന്റെ ചുറ്റുഭാഗത്തുള്ള ചെറിയ ഷോപ്പുകൾക്കും അതുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ ഷോപ്പുകൾക്കൊക്കെ അവിടെ ബിസിനസ് കുറയും എന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിലും ഇപ്പോൾ വരുന്ന മാറ്റത്തിനനുസരിച്ച് നമുക്ക് അതിനെ തടയാൻ സാധ്യമല്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റുകളൊക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഇത്തരം ബിസിനസ് സംരംഭങ്ങളും കാര്യങ്ങളും വരുമ്പോൾ അതിന് പ്രോത്സാഹനം കൊടുക്കേണ്ടതും അത്തരം ബിസിനസ് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കേണ്ടതും സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ കേരളത്തിലെ ജീവിത രീതിയും ആദ്യകാലത്തെ കൃഷി സമ്പ്രദായവും ഒക്കെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു എങ്കിലും ഇപ്പോൾ അത് അങ്ങനെയല്ലാത്തത് കൊണ്ട് തന്നെ ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് യുവതി-യുവാക്കളെ ഏത് മേഖലയിലാണോ അവർ കഴിവ് തെളിയിക്കുന്നത് ആ മേഖലയിലേക്ക് പ്രോത്സാഹനം കൊടുക്കുക എന്നതാണ് ഇനി ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ആളുകളും വിദേശത്തേക്ക് പോകുന്നതിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എങ്കിലും നല്ല ജോലി കിട്ടുന്ന ജോലികൾക്കൊക്കെ പോകാം. സാധാരണ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്നാണ് പൊതുവെയുള്ളൊരു കാഴ്ചപ്പാട്. എങ്കിലും അത് കൂടുതലും കേരളം പ്രവാസം സ്വീകരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ആദ്യകാലം മുതലേ പണ്ട് കാലം മുതലേ നമ്മൾ പ്രവാസ ലോകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് പുറത്തല്ലെങ്കിലും ഇന്ത്യക്ക് അകത്താണെങ്കിലും മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോയി ജോലി നോക്കുന്ന ഒരു സമ്പ്രദായം കേരളത്തിൽ ആദ്യം മുതലേ ഉള്ളതാണ്. തീർച്ചയായും ഇങ്ങനെയാണ് കേരളത്തിന്റെ ഈ നഗരവൽക്കരണത്തെ കുറിച്ച് പറയാനുള്ളത്. നഗരവൽക്കരണം കൊണ്ട് അപകടം ഒന്നുമില്ല. എന്നാൽ അതിനെ ഏതാണോ ഇപ്പോഴത്തെ ശൈലിയിലേക്ക് മാറുന്നോ ആ മാറുന്ന ശൈലിയിലേക്ക് സർക്കാരുകളും ഭരണ സംവിധാനവും ഒക്കെ മാറി
യുവാക്കൾ ഏതൊക്കെ മേഖലയിലേക്കാണോ പോകുന്നത് ആ മേഖലയിൽ പ്രോത്സാഹനം കൊടുക്കുക എന്നതാണ് ഇനി ചെയ്യാനുള്ളത്. കാരണം ഇപ്പോൾ ഇത്തരം വ്യവസായങ്ങളൊക്കെയാണ് ജനങ്ങൾക്ക് ഇഷ്ടം. അത്തരം വ്യവസായ സംരംഭങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ കൂട്ടുകൂടാനും അവിടെ എത്തിപ്പെടാനും അവിടെ ഇരിക്കാനും ഒക്കെയാണ് യുവാക്കളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരം വ്യവസായ സംരംഭങ്ങളിലൂടെ പുതിയ സൗഹൃദങ്ങൾ വളർത്തിയെടുക്കുവാനും ഒക്കെയാണ് ഇപ്പോഴത്തെ സമൂഹം, ഇപ്പോഴത്തെ തലമുറ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം പ്രോത്സാഹനങ്ങൾ ഇനിയുള്ള സർക്കാരുകളും ഭരണകൂടങ്ങളും പ്രാദേശികമായിട്ടും ഒക്കെ അത്തരം സംരംഭങ്ങളിൽ പ്രോത്സാഹനം നൽകുകയാണ് ഇനിയുള്ള ഒരു പോംവഴി. കാരണം അത്തരം സംരംഭങ്ങളിലൂടെ തൊഴിൽ ലഭ്യമാക്കേണ്ടതുണ്ട്, അതും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കുത്തക മുതലാളിമാരാണ് നമ്മുടെ ഇത്തരം വ്യവസായങ്ങളൊക്കെ തുടങ്ങുക എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ വ്യവസായങ്ങൾ തുടങ്ങുകയും അതിന് സാധാരണഗതിയിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട വേതനത്തിന്റെ കാര്യത്തിലും തൊഴിലാളികൾക്ക് കിട്ടേണ്ട വേതനത്തിന്റെ കാര്യത്തിലും ഒക്കെ ഒരു വ്യക്തത വരുത്തുകയും തൊഴിൽ ലഭ്യമാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. കാരണം കേരളത്തിലെ സാധാരണ യുവാക്കളൊന്നും കൃഷി മേഖലയിലേക്കോ മറ്റുള്ള കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് പോലും അധികം ആളുകൾ എത്തിപ്പെടുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾക്കൊക്കെ ഇത്രയധികം ജോലി നമ്മുടെ നാട്ടിൽ ലഭ്യമാക്കുന്നത്. തീർച്ചയായും ഈ നഗരവൽക്കരണം കൊണ്ട് ഗുണമോ ദോഷമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് അത് എങ്ങനെ അതുകൊണ്ട് ഗുണം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന്റെ ഗുണമോ ദോഷമോ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാൻ ഉറപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം. നന്ദി, നമസ്കാരം.